രാഷ്ട്രീയ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആ മുന്നണിയിലെ ഓരോ ഘടകകക്ഷികൾക്കും അവരുടേതായ പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിൽ UPA ഗവൺമെൻറ് ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ഗവൺമെൻറ്റിൻ്റെ പതനത്തിന് കാരണമായത് DMKയുടെ അഴിമതിയായിരുന്നു. കനിമൊഴിയും രാജയും ഒക്കെ നടത്തിയ അഴിമതിയായിരുന്നു. ഇവിടെ ഇപ്പോൾ UDF എന്തായാലും അധികാരത്തിൽ വരും. അധികാരത്തിൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അധികാരത്തിൽ വരും എന്നുള്ളതിനേക്കാൾ അധികാരത്തിൽ വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഘടകകക്ഷികളുടെ ശക്തമായ സാന്നിധ്യം നമ്മുടെ ഐക്യ മുന്നണി ഭരണ സംവിധാനത്തിൽ അനിവാര്യമായ ഒരു ഘടകമാണ്. ഇവിടെ കോൺഗ്രസ് കഴിഞ്ഞാൽ ലീഗ്, ലീഗ് കഴിഞ്ഞാൽ വരുന്ന പാർട്ടികൾ ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ആയാലും ശരി, RSP ആയാലും ശരി, അവരോട് ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ ഈ UDFനെ കറക്റ്റ് ചെയ്യാൻ കഴിയൂ എന്നാണ് എൻ്റെ വിശ്വാസം. RSP ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാരെ സംഭാവന ചെയ്ത പാർട്ടിയാണ്. കേരള കിസിഞ്ചർ എന്നാണ് നമ്മുടെ ബേബി ജോൺ അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ N. ശ്രീകണ്ഠൻ നായർ, TK ദിവാകരൻ, വളരെ പ്രഗത്ഭരായ ഒരുപാട് നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ് RSP. നിർഭാഗ്യവശാൽ കഴിഞ്ഞ 2 ടേമായിട്ട് RSPക്ക് കേരള നിയമസഭയിൽ സാന്നിധ്യം ഇല്ല എന്നുള്ളതാണ്. അത് അവർ പ്രതിനിധീകരിക്കുന്ന ജനങ്ങളെ മാത്രമല്ല, കൊല്ലം ജില്ലയും ഇവിടുത്തെ കർഷകരെയും കർഷക തൊഴിലാളികളെയും ഫാക്ടറി തൊഴിലാളികളൊക്കെ ഒരു പരിധിവരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ RSPയുടെ വിജയസാധ്യത എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ശരിയാണ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSPക്ക് നിയമസഭയിൽ കേവല പ്രാതിനിധ്യം പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിന് RSPയുടേതായിട്ടുള്ള വീഴ്ചയോ സംഘടനാപരമായിട്ടുള്ള പോരായ്മയോ അല്ല. UDFന് മൊത്തത്തിലുണ്ടായ തകർച്ച RSPയെ പോലെയുള്ള പാർട്ടികളെയും നല്ലതുപോലെ ബാധിച്ചു. UDFന് കഴിഞ്ഞ പ്രാവശ്യമാണ് 2 സീറ്റ് ഇവിടെ കിട്ടിയത്. ബാക്കി 2 സീറ്റുകൾ സത്യത്തിൽ ചവറയും കുന്നത്തൂരും 2000-ൽ താഴെ വോട്ടിനാണ് സത്യത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടത്. അപ്പം അത് മുന്നണിയുടെയോ പാർട്ടിയുടെയോ വീഴ്ചയോ ഒന്നും കൊണ്ടില്ല. നിർഭാഗ്യവശാൽ സംസ്ഥാന നിയമസഭയിലേക്കുള്ള പ്രാതിനിധ്യം കഴിഞ്ഞ 2 പ്രാവശ്യവും ഉണ്ടായില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം UDFനെതിരായിട്ടുള്ള ഒരു വലിയ തരംഗം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും LDFന് അനുകൂലമായി ഉണ്ടായതിൻ്റെ ദോഷം RSPയെയും പ്രതികൂലമായി ബാധിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഈ പ്രാവശ്യം ഞങ്ങൾ മത്സരിക്കുന്നത് 5 സീറ്റിലാണ്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ ധാരണ ഇനിയും ഉണ്ടായിട്ടില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ കഴിയും, ഈ പ്രാവശ്യം അഭിമാനകരമായ നിലയിൽ RSP കേരള നിയമസഭയിൽ പ്രാതിനിധ്യം ഗണ്യമായ നിലയിൽ വർദ്ധിപ്പിക്കും. പഴയകാല സ്ഥിതിയിലേക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ പോകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏത് സീറ്റ് ജയിക്കും, ഏത് സീറ്റ് തോക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രവചിക്കുന്നത് ശരിയല്ല. പക്ഷേ നല്ല ഒരു UDF ഗവൺമെൻറ്റിൽ നല്ല പങ്കാളിത്തം, പ്രാതിനിധ്യം തീർച്ചയായിട്ടും RSPക്ക് ഉണ്ടാകുന്ന നിലയിൽ നിയമസഭാംഗങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവും പ്രാതിനിധ്യവും കേരള നിയമസഭയിൽ RSPക്ക് ഉണ്ടാകും എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. പാർലമെൻറ്റിലെ വളരെ സജീവ സാന്നിധ്യമാണ് അങ്ങയുടേത്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി അങ്ങയെ വിളിച്ച് ഒരു ചായ കഴിക്കാനായിട്ട് വിളിച്ചത്. മറ്റാരെയും വിളിച്ചില്ല, അങ്ങയെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അത് അങ്ങയുടെ പ്രവർത്തനത്തിന് കിട്ടിയ വലിയൊരു അംഗീകാരമാണ്. തീർച്ചയായിട്ടും അന്ന് വളരെ വ്യാപകമായ പ്രചരണം അങ്ങേക്കെതിരെ വ്യക്തിപരമായി ഉണ്ടായി. സംഖ്യയാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഒരുപാട് നടന്നു. അതിനെയൊക്കെ അതിജീവിക്കാൻ തീർച്ചയായിട്ടും അങ്ങേക്ക് കഴിഞ്ഞു എന്നുള്ളതൊരു വാസ്തവവും അവിടെ നിൽക്കുന്നു. പക്ഷേ ഈ RSP എന്ന് പറയുന്ന പാർട്ടി കൃത്യമായി പ്രേമചന്ദ്രൻ സെൻറ്റേഡ് അല്ലെങ്കിൽ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു MPയുടെ സാന്നിധ്യത്തിലാണ് അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. കേരളത്തിലെ നേതാക്കന്മാരുണ്ടില്ല എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. ഇതിനെ ഒരു അഖിലേന്ത്യാ പാർട്ടിയായിട്ട് തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അങ്ങയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമോ? ഉണ്ടായാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ഫലപ്രദമാകുമോ? നമുക്കറിയാമല്ലോ, 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇടതുപക്ഷ കക്ഷികൾക്ക് ദേശീയ തലത്തിൽ വലിയ കനത്ത പരാജയം സംഭവിക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം US സിവിൽ ന്യൂക്ലിയർ ഡീലിൽ നിന്ന് പിൻവാങ്ങണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPM, CPI, RSP, ഫോർവേഡ് ബ്ലോക്ക് എന്നീ 4 കക്ഷികൾ എടുത്ത ശക്തമായ നിലപാടിനെ തുടർന്നാണ് അന്നത്തെ ഗവൺമെൻറ് പ്രണാബ് മുഖർജിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ആ ഡീലിൽ ഒപ്പുവെച്ച സാഹചര്യത്തിലാണ് ആ ഗവൺമെൻറ്റിനുള്ള പിന്തുണ പിൻവലിക്കുന്നത്. സത്യത്തിൽ അത് ജനങ്ങളെ നേരിൽ ബാധിക്കുന്നൊരു പ്രശ്നമല്ല. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ്, പക്ഷേ ഇമ്മീഡിയറ്റായി ജനങ്ങളെ ബാധിക്കുന്നൊരു സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമല്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് സത്യത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് വലിയ തിരിച്ചടിയായി എന്ന് വേണം വിലയിരുത്താൻ. അതിനുശേഷമുണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലുമാണല്ലോ, അതിൽ ബംഗാളിലും ത്രിപുരയിലും വലിയ തിരിച്ചടി നേരിട്ടു. പിന്നീട്
നാമമാത്രമായ പ്രാതിനിധ്യം പോലും ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും കിട്ടാത്ത സ്ഥിതി വന്നു. അത് സ്വാഭാവികമായും RSP എന്ന അഖിലേന്ത്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ ദേശീയ തലത്തിലെ പൊതുസ്ഥിതി പരിശോധിച്ചാൽ, ഞാൻ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൽ നിയമസഭാംഗങ്ങളുടെയും പാർലമെൻറ്റ് അംഗങ്ങളുടെയും എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നതെങ്കിൽ വളരെ ദുർബലമാണ്. ആ ദുർബലാവസ്ഥയ്ക്ക് നിരവധി കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്കൊന്നും ഞാൻ ഈ അവസരത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദേശീയ തലത്തിൽ ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു മുന്നേറ്റം സാഹസികമായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ സാധ്യമാക്കാൻ കഴിയൂ. അത് തള്ളിക്കളയാൻ ഒരിക്കലും കഴിയില്ല. ഞാനത് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഇന്ന് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് നടപ്പാക്കുന്ന ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ഇപ്പോൾ തന്നെ രാജ്യത്തൊരു വലിയ കർഷക മൂവ്മെൻറ്റ് വളർന്നു വരുന്നുണ്ട്. ആ കാര്യത്തിൽ CPM മഹാരാഷ്ട്രയിൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നല്ല മുന്നേറ്റം നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ജനകീയ മൂവ്മെൻറ്റുകളിലൂടെ നാളെ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു തിരിച്ചുവരവിനുള്ള അവസരം ഇനിയും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷയാണുള്ളത്. സമീപകാലത്ത് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ഭാവിയിൽ അത്തരത്തിലൊരു തിരിച്ചുവരവിൻ്റെ സാധ്യത പരിമിതമാണ്. ഏതായാലും ഒരു കാര്യം ശരിയാണ്, ഇന്ന് ഇടതുപക്ഷ പാർട്ടികൾ പൊതുവെ അനുഭവിക്കുന്ന ഈ ഒരു അവസ്ഥ പല കാരണങ്ങൾ കൊണ്ടുണ്ടായതാണ്. ആ അവസ്ഥ സ്വാഭാവികമായും RSP എന്ന് പറയുന്ന പാർട്ടിയെയും, കാരണം ഇതെല്ലാം ഒരേ തീരുമാനങ്ങളായിരുന്നു, CPM, CP, RSP, ഫോർവേഡ് ബ്ലോക്ക്. ആൻഡ് ഒരു പാർട്ടിയെ പോലെയാണ് ഈ 4 പാർട്ടികൾ ദേശീയ തലത്തിൽ നിലപാട് സ്വീകരിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എല്ലാ പാർട്ടികളിലും ഉണ്ടായി. ആനുപാതികമായി RSPയും ആ കാര്യത്തിൽ അന്നൊരു ദോഷം സംഭവിച്ചു എന്നുള്ളത് വളരെ വളരെ ശരിയാണ്. തികച്ചും വ്യക്തിപരമായ ചോദ്യമാണ്, ആദ്യം ദീർഘിപ്പിക്കുന്നില്ല. അങ്ങ് രാജ്യസഭാ അംഗമായിരുന്നു. ലോക്സഭയിലെ വളരെ കാലങ്ങളായിട്ട് ലോക്സഭയിൽ അങ്ങയുടെ സാന്നിധ്യം വളരെ സജീവമാണ്. ഇതിലെല്ലാം ഉപരിയായിട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം, MLA, മന്ത്രി, MP, അതും ലോക്സഭയിലും രാജ്യസഭയിലും വളരെ ദീർഘമായ ഒരു എക്സ്പീരിയൻസാണ് നിയമനിർമ്മാണ സഭയിൽ അങ്ങേക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ നിഷ്പക്ഷമായി, ഇതിനകത്ത് പൊളിറ്റിക്സ് വേണമെന്ന് എനിക്ക് അഭിപ്രായമില്ല, നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോൾ പല പ്രധാനമന്ത്രിമാരെ അങ്ങ് കണ്ടിട്ടുണ്ട്, അവരുമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. അങ്ങേ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന പ്രധാനമന്ത്രി ആരാണ്? കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു പ്രധാനമന്ത്രി സത്യത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. പക്ഷെ മൻമോഹൻ സിംഗിനെ മനസ്സിലാക്കുന്നത് വളരെ വൈകിയാണ്. മിതഭാഷിയായിട്ടുള്ള പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തിന് നൽകിയ സംഭാവനയ്ക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തതാണ്. 90കളുടെ തുടക്കത്തിൽ അദ്ദേഹം ധനമന്ത്രിയായിരിക്കുന്ന ഗവൺമെൻറ്റാണ് അദ്ദേഹത്തിൻ്റെ നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് എടുത്ത ഘടനാപരമായ, ഞങ്ങളൊക്കെ എതിർത്തതാണ്, ഇപ്പോഴും എതിർക്കുന്നതാണ്, പക്ഷേ ആ സ്ട്രക്ചറൽ ഇക്കണോമിക് റിഫോംസ് ഒരു വിപ്ലവകരമായ മാറ്റമായിരുന്നു. അതിനൊരു പക്ഷേ അന്ന് നേതൃത്വം കൊടുത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സമ്പദ്ഘടനയും ഇന്ത്യ തന്നെ തകരുമായിരുന്നു. അപ്പം തകർന്നടിഞ്ഞ ഒരു സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ വളർത്തിക്കൊണ്ടുവന്നതിൽ അത് BJP അടക്കം സമ്മതിക്കുന്നുണ്ടല്ലോ. ആ ഒരു സ്ട്രക്ചറൽ എക്കണോമിക് റിഫോംസ് കൊണ്ടുവന്ന് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, അതിലും അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു. കാരണം നിരവധി പ്രസംഗങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെത് കേട്ടിട്ടുണ്ട്. അതാണ് BJPയുമായിട്ടുള്ള വ്യത്യാസം. അന്ന് ആ എക്കണോമിക് റിഫോംസിനെ സംബന്ധിച്ചൊക്കെ വളരെ വാചാലനായി അദ്ദേഹം പറയാറില്ല, എന്നാലും വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഘട്ടത്തിലും അദ്ദേഹം ഒരു കാര്യം പറയുമായിരുന്നു: എക്കണോമിക് റിഫോംസ് വിത്ത് എ ഹ്യൂമൻ ഫേസ്, മാനുഷിക മുഖമുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ. അതുകൊണ്ടൊരു ബാലൻസിങ് അപ്രോച്ച് ആ കാര്യത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഹ്യൂമൻ ഫേസ് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, റാമ്പൻ്റായിട്ടുള്ള എല്ലാ മൂല്യങ്ങളെയും ചവിട്ടി മെതിച്ചുകൊണ്ടുള്ള തീവ്രമായ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ ജനങ്ങൾ കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും അതിസമ്പന്ന ധനികവർഗം വലിയ തോതിൽ ധനികരായി മാറിത്തീരുകയും ചെയ്യുന്ന ഒരു വലിയ ക്ലാസ് ഡിവൈഡ്, റിച്ച് ആൻഡ് പുവർ, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ രാജ്യത്തിൻ്റെ പൊതുവായ വികസനം, ശരിയാണ്, അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും നിഷേധിച്ചുകൊണ്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ പൊതുവായ സമ്പദ്ഘടനയും രാജ്യത്തിൻ്റെ വികസനവും വളർച്ചയും ദീർഘകാലം മുൻനിർത്തിക്കൊണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അന്ന് അതിരൂക്ഷമായി ഞാൻ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും, ഞങ്ങളൊക്കെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും, ഇന്ന് നോക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്,
സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു വിപ്ലവം നടന്നെങ്കിൽ അത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന നിയമമാണ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, റൈറ്റ് ടു ഫോറസ്റ്റ് ആക്ട്, അതുപോലെ ഫുഡ് സേഫ്റ്റി ആക്ട്. ഇങ്ങനെ സുപ്രധാനമായ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിവരാവകാശ നിയമം, വിദ്യാഭ്യാസാവകാശ നിയമം, വനാവകാശ നിയമം, ചരിത്രപ്രധാനമായിട്ടുള്ള അതും എത്ര ഭൂരിപക്ഷമില്ലാത്തൊരു ഗവൺമെൻറ്റാണ്. ഭൂരിപക്ഷമില്ലാതിരുന്നിട്ട് പോലും ഇച്ഛാശക്തിയോടുകൂടി രാജ്യത്തെ നയിക്കാൻ, പക്ഷേ അദ്ദേഹത്തിന് ആ അംഗീകാരം ഇപ്പോഴും രാജ്യം കൊടുത്തിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തെ നയപരമായ വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം എടുത്ത പ്രായോഗികമായിട്ടുള്ള വീക്ഷണങ്ങളെയും നിലപാടുകളെയും അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നു, സമീപകാലത്ത് ഇന്ത്യ കണ്ട കരുത്തനായ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അല്ലെങ്കിൽ കരുത്ത് എന്ന് വേണമെങ്കിൽ, അതിന് വേണമെങ്കിൽ ഒരു സബ്ജക്റ്റീവ് ക്ലാസ് വിശേഷിപ്പിക്കാം. പക്ഷേ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് രാജ്യത്തെ കൈപിടിച്ചുയർത്തിയതിൽ ഏറ്റവും വലിയ സംഭാവന, ആ ഒരു ബേസിലാണ് സത്യത്തിൽ ശ്രീ നരേന്ദ്രമോദി പെർഫോം ചെയ്തത്. 10 വർഷക്കാലത്തെ UPA ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു ബേസിക് സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിൽ നിന്നുകൊണ്ടാണ് തീവ്രമായ സ്വകാര്യവൽക്കരണത്തിലൂടെയും ഈ ഉദാരവൽകൃത നയങ്ങൾ കൂടുതൽ തീവ്രമാക്കിക്കൊണ്ട് അവർക്ക് കുറേ കൂടി പൊളിറ്റിക്കൽ പവർ കിട്ടി, പൊളിറ്റിക്കൽ മെജോറിറ്റി ഉണ്ടായിരുന്നു, കുറേ കൂടി സ്വതന്ത്രമായി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം കിട്ടിയപ്പോൾ അത് നിലനിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ബേസിൽ നിന്നുകൊണ്ടാണ് മോദിക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞതെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഒരുപാട് ഗവൺമെൻറ്, ഇപ്പോൾ അടൽ ബിഹാരി വാജ്പേയി ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഇതൊക്കെ പറയുമ്പോഴും ഒരു തരത്തിൽ പോലും, ഒരു ഘട്ടത്തിൽ പോലും വർഗീയതയെ പ്രത്യക്ഷമായി അനുകൂലിച്ചിട്ടില്ല. ബാബറി മസ്ജിദ് തകർന്നപ്പോൾ സത്യത്തിൽ ആ ഗവൺമെൻറ്, UPയിലെ കല്യാൺ സിംഗ് ഗവൺമെൻറ് മര്യാദയ്ക്ക് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോകണമെന്ന് ആവശ്യപ്പെട്ട ഒരു പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അത്തരത്തിലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള സംഭാവനകൾ രാജ്യത്ത് നൽകിയിട്ടുണ്ട്. അതൊക്കെ മാനിക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. 10 വർഷത്തിലധികമായി നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയിട്ട്, നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അങ്ങെങ്ങനെയാണ് വിലയിരുത്തുന്നത്? അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയ നയങ്ങളോടുള്ള അതിശക്തമായിട്ടുള്ള വിയോജിപ്പാണല്ലോ. അവരുടെ ബേസിക് പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഹിന്ദുത്വ രാഷ്ട്ര രൂപീകരണമെന്ന കൃത്യമായ അജണ്ടയാണ് മോദി ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ വളരെ ശാസ്ത്രീയമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളത് വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഈ ഹിന്ദിവൽക്കരണത്തിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ളൊരു അജണ്ടയുണ്ട്. അതുപോലെ നെഹ്റുവിയൻ ഒരു ലെഗസി, നെഹ്റുവിയൻ പൈതൃകത്തെ തമസ്കരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ, കാരണം നെഹ്റുവിയൻ പൈതൃകം എന്ന് പറയുന്നത് മതേതര പൈതൃകമാണ്, മതേതര പാരമ്പര്യമാണ്. ആ മതേതര പാരമ്പര്യത്തെ ഉന്മൂലനം ചെയ്താൽ മാത്രമേ മതാധിഷ്ഠിത രാഷ്ട്രം സാധ്യമാക്കാൻ കഴിയൂ. അതുകൊണ്ടാണ്, അല്ല നെഹ്റുവിനോടുള്ള വ്യക്തിഗതമായിട്ടുള്ള വെറുപ്പോ അല്ല, ആ നെഹ്റുവിയൻ ലെഗസി, നെഹ്റുവിയൻ പൈതൃകത്തെ തമസ്കരിച്ചുകൊണ്ട് രാജ്യത്തെ അത്തരത്തിലൊരു രാജ്യമായി വന്നാൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവിടെയാണ് മൗലികമായിട്ടുള്ള ഞങ്ങളുടെ എല്ലാം വിയോജിപ്പ്. ഇവിടെ 20 കോടിയിലധികം വരുന്ന മുസ്ലിം ജനവിഭാഗത്തെ പൂർണ്ണമായും തമസ്കരിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അത് രാജ്യത്തിൻ്റെ തകർച്ചയായിരിക്കും. മതേതരത്വം രാജ്യത്തിന് നഷ്ടപ്പെട്ടാൽ, നമ്മുടെ സെക്കുലർ ഫാബ്രിക് നഷ്ടപ്പെട്ടാൽ ഇന്ത്യൻ യൂണിയൻ തകർന്നു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. അല്ല ഒരിക്കലും അങ്ങനൊരു തരത്തിലൊരു ഗവൺമെൻറ്റിന് ഇത്രയും ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിൽ ഒരിക്കലും അത്തരമൊരു രാഷ്ട്രീയം പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്നുള്ളത്. അതാണ് ബേസിക്കായിട്ടുള്ള മോദി ഗവൺമെൻറ്റിനോട്, BJP ഗവൺമെൻറ്റിനോടുള്ള ഞങ്ങളുടെയൊക്കെ അതിശക്തമായിട്ടുള്ള വിയോജിപ്പ്. അത് രാഷ്ട്രീയം തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളൊരു പൊളിറ്റിക്കൽ മെജോറിറ്റി, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായിട്ടുള്ള കഴിവുകളെ ഒന്നും ഞാൻ വിസ്മരിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം, US വിസ ബാൻ ചെയ്യപ്പെട്ട ഒരാളാണ്, വലിയ വിരോചിതമായ സ്വീകരണം. അപ്പോൾ അതൊക്കെ പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസി ആയിരിക്കാം, കഴിവായിരിക്കാം. പക്ഷേ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ഭരണഘടനയും രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും ആ ഗവൺമെൻറ്റിനോടും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രിയോടും ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഉള്ളത്. ചോദ്യം കൂടെ ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം സാർ. അതായത് അങ്ങ് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയെ വിലയിരുത്തി, അങ്ങയുടെ ആംഗിളിൽ ആ വിലയിരുത്തലിനോട് ആളുകൾക്ക് അത് സബ്ജക്റ്റീവാണ്, യോജിക്കുമോ? സാർ, ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നാഷണൽ ഹൈവേ പൂർത്തിയായി, അത് സെൻട്രൽ ഗവൺമെൻറ് സ്കീമാണ്. അങ്ങ് പ്രധാനം ചെയ്യുന്ന കൊല്ലത്താണ് ഏറ്റവും ഗംഭീരമായ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അങ്ങ് അതിൻ്റെ കൂടെ തന്നെയുണ്ട്.
അത് കേരളത്തിലെ വലിയ റെയിൽവേ സ്റ്റേഷനുകളൊന്നായിട്ട് അത് മാറുന്നു. പുതിയ ഗ്രീൻ ഹൈവേകൾ വരുന്നു. അങ്ങനെ വളരെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തണലിൽ വികസന രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ BJP കേരള രാഷ്ട്രീയത്തിലെ സജീവമായ ഒരു സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. ഈ BJPയുടെ വരവിനെ പ്രതിരോധിക്കാൻ UDFന് എങ്ങനെ കഴിയും? പ്രത്യേകിച്ച് വളരെ കമ്മ്യൂണലായിട്ട് പോളറൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ, ഒരു ബഹുസ്വര സമൂഹം എന്ന് നമ്മൾ ഭംഗിവാക്കി പറയാമെങ്കിലും കേരളം എത്രമാത്രം ബഹുസ്വര സമൂഹമായിട്ട് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. BJP എന്തായാലും ഒരു ഫോഴ്സായിട്ട്, എമേർജിങ് ഫോഴ്സായിട്ട് വന്നു കഴിഞ്ഞു. അതിനെ പ്രതിരോധിക്കാൻ എന്താണ് UDFൻ്റെ കയ്യിലുള്ള പ്രവർത്തന പരിപാടി? മതേതര രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. വർഗീയ വിരുദ്ധ രാഷ്ട്രീയം കൊണ്ട് മാത്രമേ പ്രതിരോധിക്കാൻ കഴിയൂ. ഞങ്ങൾ ഈ പുതുയുഗ യാത്രയിൽ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് അത് പറഞ്ഞിട്ടാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. രണ്ടും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ്. പല ഘട്ടങ്ങളിലും UDFും LDFും പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ള പലതരത്തിലുള്ള പ്രീണന നയങ്ങൾ, പ്രത്യേകിച്ചും CPMനെ സംബന്ധിച്ചിടത്തോളം തരാതരം പോലെയാണ്. ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക, ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക, എന്നിട്ട് അതിനെ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ UDFൻ്റെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ആയുധം മതേതര രാഷ്ട്രീയത്തിൽ വെള്ളം ചേർക്കാതെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. മതേതര രാഷ്ട്രീയത്തിലൂടെ മതാധിഷ്ഠിത രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ കഴിയൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ ഭാഗമായാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷത്തിന് വേണ്ടി അന്യായമായ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ അത് സ്വാഭാവികമായും മറുഭാഗത്ത് പ്രതികരണമുണ്ടാക്കും. അവരുടെ മതപരമായ വർഗീയമായ ചിന്തയ്ക്ക് വഴിതെളിക്കും. അതുണ്ടാകാതിരിക്കാൻ ജാഗ്രതയോടുകൂടി 100% രാജ്യത്തിൻ്റെ സെക്കുലർ ഫാബ്രിക് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഈ വർഗീയതയെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ എടുത്തിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും നാടിന് ഒരുപോലെ ആപത്താണ് എന്ന ബോധത്തോടു കൂടി, നിഷ്പക്ഷതയോടുകൂടി, തികഞ്ഞ മതേതര ബോധത്തോടുകൂടി രാഷ്ട്രീയ പ്രശ്നങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യാൻ കഴിയണം. അങ്ങനൊരു പക്വമായ രാഷ്ട്രീയ നേതൃത്വം കേരളത്തിൽ അനിവാര്യമാണ്. അത് UDF അനുഭവത്തിൽ നിന്ന് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയാണ്. ആ മതേതര രാഷ്ട്രീയത്തിൻ്റെ കരുത്താണ്, ശക്തിയാണ് BJPയെ പ്രതിരോധിക്കാനുള്ള ഞങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ആയുധം. സർ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സാറിന് തിരക്കുണ്ട്. അങ്ങയുടെ വാക്ക് കടമെടുത്ത് തന്നെ പറയുകയാണ്, മതേതര രാഷ്ട്രീയത്തിൽ വെള്ളം ചേർക്കാതെ ഒരു മതേതര രാഷ്ട്രീയ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന ഒരു ഉൾക്കാഴ്ചയോടുകൂടി UDF അധികാരത്തിൽ വരുമ്പോൾ, UDFിൽ തന്നെ പല ഘടകകക്ഷികളും മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരുള്ള കക്ഷികളുണ്ട്, അവിടെ തവണ നിൽക്കട്ടെ. എങ്കിലും അതൊരു മതേതര രാഷ്ട്രീയത്തിൽ വെള്ളം ചേർക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം കേരള രാഷ്ട്രീയത്തെ എന്നുള്ള അങ്ങയുടെ നിലപാടിനോടെ 100% ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ യോജിക്കുകയാണ്. അങ്ങയുടെ നേതൃത്വത്തിൽ UDFന് അതിന് കഴിയട്ടെ. കേരളത്തിലെ വികസനത്തിൻ്റെ രംഗത്തൊരു പുതു യുഗം തുറക്കാൻ തീർച്ചയായിട്ടും അങ്ങയുടെ സാന്നിധ്യം ഗുണകരമാകും എന്ന് ഞാൻ കരുതുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങേക്കും UDFനും എല്ലാ ഭാവുകങ്ങളും നേരാനും കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.